ജപ്പാൻ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാങ്കേതികപരമായിട്ടും ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു വികസിത രാജ്യം. ഒരു കാലത്ത് ഒന്നുമല്ലാതായി മാറിയ, തകർന്ന് നാമാവശേഷമായി മാറിയ ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രം. ആ രാഷ്ട്രം ഒരു സാധാരണഗതിയിലേക്ക് എത്തിച്ചേർന്നത് വെറും 5 വർഷ കാലയളവിലാണ്. പിന്നീട് ഒരു 15 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്യാപിറ്റലിസ്റ്റ് ശക്തിയായിട്ട് ആ രാജ്യം മാറി. മറ്റുള്ള രാജ്യങ്ങളുടെ കൾച്ചറിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറും ജീവിത രീതിയുമാണ് ഇവർക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും സത്യസന്ധന്മാരായിട്ടുള്ള മനുഷ്യരും ഇതേ ഭൂഭാഗത്ത് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവരും ഇവർ തന്നെയാണ്. ഇവരുടെ ചരിത്രമാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ജപ്പാനിൽ എത്തിച്ചേർന്ന മനുഷ്യരിൽ നിന്ന് തുടങ്ങി ഇപ്പോഴത്തെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന മനുഷ്യ കുലത്തിലേക്ക് എത്തിച്ചേരുന്ന ചരിത്രം. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസുകൾ പതിവ് പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാം. ജപ്പാൻ എന്ന ദ്വീപരാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ ശാന്തസമുദ്രത്തിലാണ്. 14,125 ദ്വീപുകൾ കൂടിച്ചേരുന്നതാണ് ജപ്പാൻ. എന്നാൽ അതിൽ മനുഷ്യവാസമുള്ളത് 260 ദ്വീപുകൾ മാത്രമാണ്. ജപ്പാൻ്റെ ജിയോഗ്രഫി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, ചൈന, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളെ കാണാൻ കഴിയും. അതിൻ്റെ ഉത്തരഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ റഷ്യ എന്ന വലിയ രാഷ്ട്രവുമുണ്ട്. കിഴക്ക് ഭാഗത്തോ വിശാലമായ പസഫിക് സമുദ്രമാണ്. ആ പസഫിക് സമുദ്രവും താണ്ടി നമ്മൾ അപ്പുറത്തേക്ക് എത്തിപ്പെടുന്നത് അമേരിക്കയിലേക്കുമായിരിക്കും. ജപ്പാനിൽ ആദ്യമായി മനുഷ്യർ എത്തിച്ചേരുന്നത് 38,000 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് 36,000 BCയിലാണ്. ആ കാലഘട്ടത്തിൽ ജപ്പാനും കൊറിയയും തമ്മിൽ, അതായത് ഇന്നത്തെ സൗത്ത് കൊറിയയും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ഇന്ന് അവിടെ ഒരു കടലിടുക്കാണ്, അല്ലെങ്കിൽ ഒരു സമുദ്രമാണ്. പക്ഷേ അന്ന് അവിടെ ഒരു ലാൻഡ് ഏരിയ ഉണ്ടായിരുന്നു. ആ നേർത്ത ലാൻഡ് ഏരിയയിലൂടെയാണ് മനുഷ്യർ ആദ്യമായിട്ട് ജപ്പാനിൽ എത്തിച്ചേരുന്നത്. 36,000 BC മുതൽ 14,500 BC വരെയുള്ള കാലഘട്ടം പാലിയോലിത്തിക് കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ പ്രാചീന ശിലായുഗമായിരുന്നു. പ്രധാനമായിട്ടും ഇവർ ഹണ്ടർ ഗ്യാദേഴ്സ് ആയിരുന്നു, അതായത് വേട്ടയാടി ഭക്ഷിച്ചിരുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. 14,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം ബാഹ്യമായിട്ടുള്ള ഇടപെടലാണ്. 14,500 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് അവിടെ ജോമോൻ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ എത്തിച്ചേർന്നു. ജോമോൻ എന്ന പേര് അവർക്ക് കിട്ടാനുള്ള കാരണം അവരുണ്ടാക്കുന്ന പ്രത്യേക തരത്തിലുള്ള പോട്ടറി വർക്കുകളാണ്, അല്ലെങ്കിൽ മൺപാത്രങ്ങളാണ്. മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റിനുമായിട്ട് അവർ നൂലുകൊണ്ട് വരിയുമായിരുന്നു. അങ്ങനെ നൂലുകൊണ്ട് വരിഞ്ഞതിന് ശേഷമാണ് അവർ തീയിലിട്ട് അത് ചുട്ട് മൺപാത്രമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ നൂലിൻ്റെ പാടുകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന മൺപാത്രങ്ങളെ ജോമോൻ എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൺപാത്രം ഉണ്ടാക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ആ വിഭാഗത്തെ ജോമോൻ മനുഷ്യർ എന്ന പേരിലും നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇതിനെല്ലാം പുറമെ ആ കാലഘട്ടത്തെ, ജപ്പാൻ്റെ ഈ ജോമോൻ മനുഷ്യർ എത്തിച്ചേർന്ന് കഴിഞ്ഞുള്ള കാലഘട്ടത്തെ ജോമോൻ പീരീഡ് എന്ന പേരിലാണ് പറയുന്നത്. ജോമോൻ മനുഷ്യർ എത്തിച്ചേർന്നതിന് ശേഷവും ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമെന്ന് പറയുന്നത് മീൻപിടുത്തവും വേട്ടയാടലുമാണ്. എന്നാൽ അതിനു പുറമെ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ്. കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് കുറേ അധികം നാൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് എടുക്കുന്ന കാലഘട്ടം വരെയെങ്കിലും നമ്മളവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ അവിടെ ചെറിയ ഗ്രാമങ്ങളുണ്ടായി. ഗ്രാമങ്ങളുണ്ടായി എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീടുകളൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. വീടുകളുണ്ട്, പക്ഷേ അത് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള വീടുകളല്ല. മനുഷ്യർക്ക് അവിടെ താമസിക്കേണ്ട ഒരാവശ്യവുമില്ല. മനുഷ്യൻ വെളിയിൽ എവിടെയെങ്കിലും കടന്നോളും. മഴയൊന്നും ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. പ്രധാനമായിട്ടും അവർ വിളവെടുക്കുന്ന ആ വിളകൾ അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ വീടുകൾ അവർ സ്ഥാപിച്ചത്. വീടെന്ന് പറയുമ്പോൾ ഇത് ഭൂമിയുടെ അടിയിലുള്ള വീടാണ്. അതായത് വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ഗർത്തത്തിൻ്റെ ഉള്ളിൽ അവർ അവരുടെ വിളവുകളൊക്കെ സൂക്ഷിച്ചു വെക്കും. അതിൻ്റെ മുകളിലായിട്ട് ഒരു മേൽക്കൂരയും അവർ സ്ഥാപിക്കുന്നതാണ്. ഇന്നും നമുക്ക് അത്തരത്തിലുള്ള അവശേഷിപ്പുകൾ
ജപ്പാനിൽ കാണാൻ സാധിക്കും. ജോമോൻ മനുഷ്യർക്ക് മുമ്പുണ്ടായിരുന്ന മനുഷ്യർ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ജോമോൻ വിഭാഗത്തിലുള്ള ആളുകൾ വലിയ വിശ്വാസികളായിരുന്നു. അവർ ചെറിയ വലിപ്പത്തിലുള്ള ശില്പങ്ങളുണ്ടാക്കി ആ ശില്പത്തെ ആരാധിച്ചു പോന്നിരുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇത്തരത്തിലുണ്ടാക്കുന്ന ശില്പങ്ങൾക്ക് ഏകദേശം മനുഷ്യൻ്റെ രൂപം തന്നെയാണ്. ആ ശില്പത്തെ അവർ ഡോഗു എന്ന പേരുകൊണ്ടാണ് വിളിച്ചിരുന്നത്. 300 BC വരെ ജോമോൻ കാലഘട്ടമായിരുന്നു. പിന്നീട് 300 BC മുതൽ 300 CE അല്ലെങ്കിൽ 300 AD വരെയുള്ള കാലഘട്ടം അത് ജാപ്പോണിക് ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ കാലഘട്ടമാണ്. യയോയി പീരീഡ് എന്ന പേരിലാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. ജാപ്പോണിക് ഭാഷ ഇന്നത്തെ ജാപ്പനീസ് ഭാഷയുടെ തുടക്കക്കാരനാണെന്ന് പറയാം. അതിൽ നിന്ന് വേർപിരിഞ്ഞ് പല ഭാഷകളുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു ഭാഷയായിട്ട് പിന്നീട് ജാപ്പനീസ് ഭാഷ മാറുകയായിരുന്നു. ജാപ്പോണിക് ഭാഷ സംസാരിക്കുന്ന ഈ മനുഷ്യർ അവിടേക്ക് എത്തപ്പെട്ടത് കൊറിയയിലൂടെ തന്നെയാണ്. ഇവർ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു. അതുവരെ ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന മനുഷ്യർ ഒരു രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളും നടത്തിയിരുന്നില്ല. അവരുടെ പക്കൽ ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം എന്ന് പറയുന്ന മെറ്റൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മെറ്റലുകൾ ഖനനം ചെയ്തെടുത്ത് അതുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു ഈ ജാപ്പോണിക് പീപ്പിളിന്. ജാപ്പോണിക് പീപ്പിൾ അത്തരത്തിൽ വെങ്കലവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുമായിട്ടാണ് ജപ്പാനിലേക്ക് കുടിയേറുന്നത്. അവർ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. കാരണം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുള്ള ആളുകളാണല്ലോ. ഒരു ഭാഗത്ത് ജാപ്പോണിക് ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ, മറ്റൊരു ഭാഗത്ത് ജോമോൻ മനുഷ്യർ. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും കൾച്ചറുകൾ കൂടിക്കലരുന്നതായിട്ട് നമുക്ക് കാണാം. ആദ്യമുണ്ടാക്കിയിരുന്ന ജോമോൻ മൺപാത്രങ്ങൾ പിന്നെയും ഉണ്ടാക്കി. ആ ജോമോൻ മൺപാത്രങ്ങൾ പിന്നീട് ഉണ്ടാക്കിയത് ജോമോൻ ഗോത്രത്തിൽപ്പെട്ട മനുഷ്യർ മാത്രമല്ല, പുതിയതായിട്ട് എത്തിച്ചേർന്ന ജാപ്പോണിക് മനുഷ്യർ കൂടിയാണ്. അവരുടെ മതപരമായിട്ടുള്ള പല ആചാരങ്ങൾക്കും ഇവർ ഈ ജോമോൻ മൺപാത്രങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുമായിരുന്നു. വലിയ ബുറൈൽ സൈറ്റുകൾ അല്ലെങ്കിൽ വലിയ ശവകുടീരങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ശവമടക്കുന്ന രീതിയിലും യയോയി മനുഷ്യർ അല്ലെങ്കിൽ ജാപ്പോണിക് ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ ജോമോൻ മനുഷ്യരുടെ സംസ്കാരം കൂടി ചേർക്കുമായിരുന്നു. അതുപോലെ ജോമോൻ മനുഷ്യർ അവരുടെ ശവശരീരങ്ങൾ അടക്കുന്ന രീതിയിലും ഈ യയോയിയുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമായിരുന്നു. അതായത് അവർ തമ്മിൽ ഒരു ഇൻ്റർചേഞ്ച് നടന്നിട്ടുണ്ട്. അവരുടെ സംസ്കാരങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യയോയി ശവകുടീരങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ചില സ്കെൽറ്റൻസ് അല്ലെങ്കിൽ ഫോസിൽസിൽ നിന്നും നമുക്ക് പ്രത്യേക രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ചില മനുഷ്യരുടെ ഫോസിൽസ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധത്തിൽ ഏർപ്പെടുകയും അത് കാരണത്താൽ മരണമടഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ആളുകളുടെ സ്കെൽറ്റൻസ്. അതിൻ്റെ അർത്ഥം അവിടെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് ഈ യയോയി മനുഷ്യരും ജോമോൻ മനുഷ്യരും തമ്മിൽ നേരിട്ടുണ്ടായിട്ടുള്ള യുദ്ധമാണെന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷേ ഈ യയോയി മനുഷ്യർക്കിടയിൽ തന്നെ ഒരുപാട് ഗോത്രങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഗോത്രങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാകാനുള്ള സാധ്യതയുമുണ്ട്. രാജാവും രാജ്യഭരണവും ആരംഭിക്കുന്നത് ഏകദേശം 300 CE അല്ലെങ്കിൽ 300 AD അടുപ്പിച്ചുള്ള കാലഘട്ടത്തിലാണ്. അതിനെ തുടർന്ന് മറ്റൊരു യുഗം അവിടെ ആരംഭിക്കുകയാണ്. കൊഫൂൺ കാലഘട്ടം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. 300 CE അല്ലെങ്കിൽ 300 AD മുതൽ 538 CE അല്ലെങ്കിൽ 538 AD വരെയാണ് ആ കാലഘട്ടം. കൊഫൂൺ എന്നൊരു പേര് അവർക്ക് കിട്ടാനുള്ള കാരണം അവരുടെ ശവകുടീരമാണ്. അവർ വളരെ വലിപ്പമേറിയിട്ടുള്ള വലിയ പ്രശസ്തമായിട്ടുള്ള ശവകുടീരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ശവകുടീരങ്ങളാണ് കൊഫൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ഉറപ്പായിട്ടും ഉയർന്ന പദവി അലങ്കരിക്കുന്ന നേതാക്കന്മാരെയാണ് അടക്കിയിരുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഹൈറാർക്കി ഉണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആളുകൾ, അതിന് താഴെയുള്ള ആളുകൾ, അതിൻ്റെ താഴത്തെ തട്ടിലുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ അത് ഏതൊരു സിവിലൈസേഷൻ എടുത്താലും വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ജപ്പാൻ പൂർണ്ണമായിട്ടും ഈ കൊഫൂൺ കാലഘട്ടമായിരുന്നു എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ള ജപ്പാൻ്റെ ഭൂഭാഗത്തു നിന്നാണ്. ഈ ഭാഗത്ത് തന്നെ യമാട്ടോ എന്ന പ്രദേശം ക്യാപിറ്റലാക്കിയിട്ടാണ് ആ കാലഘട്ടത്തിലെ രാജാവ് ഭരിച്ചിരുന്നത്. അതിനുശേഷമാണ് അസുക കാലഘട്ടം വരുന്നത്. 538 CE മുതൽ 710 CE വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ബുദ്ധിസം ചൈനയിൽ നിന്നും ജപ്പാനിലേക്ക് കുടിയേറി. അതിനു പുറമെ
ചൈനീസ് ഭരണരീതികളും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇങ്ങനെയുണ്ടായ ഭരണ പരിഷ്കാരങ്ങളെ ടൈക്ക റിഫോംസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ടൈക്ക റിഫോംസ് ഒരു പ്രത്യേക മേഖലയിൽ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അവരുടെ കൃഷി രീതിയിൽ മാറ്റങ്ങളുണ്ടായി, ഭരിക്കുന്ന രീതിയിൽ മാറ്റങ്ങളുണ്ടായി, കുറച്ചുകൂടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജാവുണ്ടായി. അതിന് മുൻപുള്ള രാജാക്കന്മാരെ കൃത്യമായിട്ട് നമുക്ക് രാജാവെന്ന് തന്നെ പറയാൻ സാധിക്കുകയില്ല. അവരൊക്കെ ഗോത്ര തലവന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ശരിക്കുമുള്ള രാജാക്കന്മാർ ഉണ്ടാവുകയാണ്. പക്ഷേ രാജാവിന് കൃത്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു രാജകൊട്ടാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ രാജാവും ആ രാജാവിന് ഇഷ്ടമുള്ള ഒരു പ്രദേശം ആ രാജാവിൻ്റെ ക്യാപിറ്റലാക്കി മാറ്റുകയാണ്. കൊട്ടാരമൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല, വലിപ്പമേറിയിട്ടുള്ള ഒരു വീട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഓരോ രാജാക്കന്മാരും ഓരോ തരത്തിലുള്ള വീടുകൾ ഉണ്ടാക്കി. ഒരു രാജാവിൻ്റെ കാലശേഷം അടുത്ത രാജാവ് ഉണ്ടാകുമ്പോൾ ആ രാജാവ് ചിലപ്പോൾ വേറൊരു സ്ഥലമായിരിക്കും ചൂസ് ചെയ്യുക. അങ്ങനെ പല പല കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ പല പല വീടുകൾ പല സ്ഥലങ്ങളിലായിട്ട് വ്യാപിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഗോത്ര ഗ്രൂപ്പുകളുണ്ട്. ആ ഗോത്ര ഗ്രൂപ്പുകളൊക്കെ വളരെ ശക്തരാണ്. അത്രയും ശക്തരായിട്ടുള്ള ഗോത്ര ഗ്രൂപ്പുകളും തലവന്മാരും ഉള്ളതുകൊണ്ട് തന്നെ രാജാവിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഗോത്ര തലവനായിരുന്നു അവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടും നിർവഹിച്ചിരുന്നത്. ഈ ഗോത്രങ്ങൾ തമ്മിൽ അടി ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആരും രാജാവിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമായിരുന്നില്ല. രാജാവിൻ്റെ അധികാരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചിരുന്നത്. ആ അധികാരങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ രാജാവിന് വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രാജാവ് എന്ന് പേരുണ്ടെങ്കിൽ പോലും രാജാവിൻ്റെ കീഴിൽ ഏതെങ്കിലും തരത്തിലുള്ള പട്ടാളക്കാരോ സൈന്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുജിവാര എന്ന് പറയുന്ന ഒരു ഗോത്രം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് പിന്നീട് രാജാക്കന്മാരായിട്ട് മാറുന്നത്. ആ ഫുജിവാര വിട്ട് മറ്റൊരു കളിയില്ല. എല്ലായ്പ്പോഴും ഫുജിവാരയിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും രാജാവാവുക. ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കൂട്ടത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു രാജാവെന്ന് പറയാൻ സാധിക്കുന്നത് 737 സിയിലുണ്ടായിരുന്ന കോൺമു രാജാവാണ്. ഈ കോൺമു രാജാവാണ് ആദ്യമായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ഥാപിക്കുന്നത്. അത് ഇന്നത്തെ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന പ്രദേശമാണ്. ക്യോട്ടോ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വലിയ നഗരം തന്നെയാണ്. കോൺമോയ്ക്ക് ശേഷമുണ്ടായിരുന്ന രാജാക്കന്മാരൊന്നും ഒട്ടും തന്നെ ശക്തരായിരുന്നില്ല. അവരെ ശക്തരാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈനികരൊന്നും അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗോത്രങ്ങളുണ്ടെന്ന്. ആ ഗോത്രങ്ങളാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. ഗോത്രങ്ങൾ പിന്നീട് കൂടുതൽ ശക്തരാകാൻ തുടങ്ങി. ഓരോ ഗോത്രത്തിൻ്റെയും കീഴിൽ സമുറായികളുണ്ട്. സമുറായികളാണ് പോരാളികൾ. ആ സമുറായികളെ നിയന്ത്രിക്കുന്ന ഒരു നേതാവും ഉണ്ടായിരിക്കും. ഡൈമോ എന്ന പേരിലാണ് ആ നേതാവ് അറിയപ്പെടുക. വേണമെങ്കിൽ ഒരു ലാൻഡ് ലോഡെന്നോ അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഡൈമോയെ വിശേഷിപ്പിക്കാം. സമുറായിയെ നിയന്ത്രിക്കുന്നത് ഡൈമോ ആണ്. അങ്ങനെ ഒരുപാട് ഡൈമോകളുണ്ട്. ആ ഡൈമോകളൊക്കെ ഏറ്റവും ഉയർന്ന അധികാരത്തിനു വേണ്ടി പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിരുവിതാംകൂറിലെ ആദ്യ കാലഘട്ടത്തിനോട് ഇതിന് വളരെയധികം സാമ്യമുണ്ട്. അതായത് മാർത്താണ്ഡവർമ്മയ്ക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സ്വരൂപങ്ങളായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. ആ സ്വരൂപങ്ങളൊക്കെ പരസ്പരം യുദ്ധം ചെയ്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിനിടയിലാണ് മാർത്താണ്ഡവർമ്മയെ പോലെ ശക്തനായിട്ടുള്ള ഒരു രാജാവ് വരികയും അവരെല്ലാം അടിച്ചമർത്തി ട്രാവങ്കൂർ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം തന്നെ ഉണ്ടാക്കിയത്. പക്ഷേ ജപ്പാനിൽ ഒരു കാലഘട്ടത്തിലും പിന്നീട് അതുപോലെയുള്ള ഒരു എംപയർ ഉണ്ടായിട്ടില്ല. അവിടെ ഏറ്റവും ശക്തനായിട്ട് നിൽക്കുന്നത് സൈനിക നേതാവാണ്. ആ സൈനിക നേതാവിൽ തന്നെ ഏറ്റവും മികച്ച സൈനിക നേതാവ് ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ് നടന്നിരുന്നത്. AD അല്ലെങ്കിൽ CE 1000 കാലഘട്ടത്തിൽ ഏറ്റവും ശക്തരായിട്ടുണ്ടായിരുന്ന 2 ടെറിട്ടറികൾ അല്ലെങ്കിൽ 2 ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, മിനിമോട്ടോയും ടൈറയും. അതിൽ തന്നെ ഏറ്റവും ശക്തരായിട്ടുണ്ടായിരുന്നത് ടൈറയാണ്. അങ്ങനെയാണ് 1100കളിൽ ടൈറ അധികാരത്തിലേറിയത്. ടൈറയാണ് ശരിക്കും ജപ്പാൻ ഭരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ചക്രവർത്തി വേറെയുണ്ട്. അത് ഈ ഫുജിവാര എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. പക്ഷേ മിനിമോട്ടോയ്ക്ക് എങ്ങനെയെങ്കിലും ഈ ടൈറയെ പുറത്താക്കി അവർക്ക് ആ അധികാരം നേടിയെടുക്കണം. അതിന് ചക്രവർത്തിയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ചക്രവർത്തിക്ക് അതിൽ കാര്യമായിട്ടുള്ള ഒരു പങ്കുമില്ല. ടൈറയെ കീഴ്പ്പെടുത്തുക, ടൈറയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊല്ലുക,
ടൈറയുടെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ഷോഗണിനെ കീഴ്പ്പെടുത്തുക. ഷോഗൺ എന്ന് പറയുന്നത് അധികാരത്തിലേറിയിരിക്കുന്ന അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ഡൈമോ ആണ്. ഒരുപാട് ഡൈമോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാ ഡൈമോയ്ക്കും ഷോഗൺ ആകാൻ സാധിക്കുകയില്ല. ഷോഗൺ ആകണമെങ്കിൽ അവിടുത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്ലാൻ്റെ ഡൈമോ ആയിരിക്കണം. അങ്ങനെ നിലവിൽ ടൈറയാണ് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ക്ലാൻ അല്ലെങ്കിൽ ഗോത്ര വിഭാഗം. അതിൽ നിന്നുള്ള ഒരു ലീഡറാണ് നിലവിലുള്ള ഷോഗണ്. ആ ഷോഗണിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് മിനിമോട്ടോ 1160 ഹിജയ് റെബല്യൻ ആരംഭിക്കുന്നത്. ഹിജയ് റെബല്യൻ കുറച്ചുനാൾ മാത്രം നീണ്ടുനിന്ന ഒരു പ്രക്ഷോഭമായിരുന്നു. ആ പ്രക്ഷോഭത്തെ വളരെ അനായാസം തന്നെ നിഷ്പ്രഭമാക്കാൻ ടൈറ ഗോത്രത്തിന് സാധ്യമായി. പക്ഷേ അതുകൊണ്ടൊന്നും മിനിമോട്ടോ അടങ്ങി ഇരിക്കുമായിരുന്നില്ല. അവർ രഹസ്യമായിട്ട് നീക്കിക്കൊണ്ടിരുന്നു. കൂടുതൽ സമുറായികളെ അവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1180 ജൻപായ് യുദ്ധം ആരംഭിക്കുകയാണ്. 1180 മുതൽ 1185 വരെയാണ് ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നത്. ടൈറ ഗോത്രത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള മിനിമോട്ടോ ഗോത്രത്തിൻ്റെ ഒരു വലിയ ശ്രമമായിരുന്നു ആ ദൈർഘ്യമേറിയ യുദ്ധം. അതിൽ ടൈറയെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്താൻ മിനിമോട്ടോയ്ക്ക് സാധ്യമായി. അന്ന് അതിന് നേതൃത്വം നൽകിയത് മിനിമോട്ടോ നോ യൊറിട്ടോമോ എന്ന ഒരു നേതാവായിരുന്നു. യുദ്ധം വിജയിച്ചതിന് ശേഷം യൊറിട്ടോമോ നേരെ പോകുന്നത് ആ കാലഘട്ടത്തിലെ ചക്രവർത്തി ആയിരുന്ന ഗോട്ടോബോയുടെ അരികിലേക്കാണ്. ടൈറയെ ഞങ്ങൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു, ഇനി ഞങ്ങൾക്ക് ഷോഗൺ അധികാരം തരിക എന്ന് ശരിക്കും പറഞ്ഞാൽ കൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ചക്രവർത്തി അത് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് ഷോഗൺ അധികാരം കൊടുത്തു. അങ്ങനെയാണ് കമുകുറ ഷോഗണൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടം ജപ്പാനിൽ ആരംഭിക്കുന്നത്. 700 വർഷമാണ് അതവിടെ നീണ്ടു നിന്നത്. കമുകുറ ആസ്ഥാനമാക്കിയിട്ടാണ് ഈ കമുകുറ ഷോണഗേറ്റ് ഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് കമുകുറ ഷോഗണൈറ്റ് എന്ന പേര് ലഭിച്ചത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ മംഗോളിയൻസ് ചൈനയിലും കൊറിയയിലുമൊക്കെ വലിയ ഒരു ശക്തിയായിട്ട് മാറാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ നമുക്ക് കൊറിയ എന്ന് പറയാൻ സാധിക്കുകയില്ല, ചൈനയുടെ ഭാഗമെന്ന് മാത്രം നമുക്ക്, അല്ലെങ്കിൽ ചൈനയുടെ മെയിൻ ലാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൂർണ്ണമായിട്ടും മംഗോളിയൻസ് അടക്കി ഭരിക്കുകയാണ്. 1265 കുബ്ലൈ ഖാനാണ് ഈ ചൈനയുടെ പ്രദേശം ഭരിച്ചിരുന്ന മംഗോളിയൻ ചക്രവർത്തി. അദ്ദേഹത്തിന് ജപ്പാൻ കൂടി കീഴടക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മംഗോളിയൻസ് വലിയ ശക്തരാണ്. അവർ വലിയൊരു ഭൂഭാഗം കീഴടക്കിയിരിക്കുകയാണ്. ജപ്പാൻ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു പ്രദേശമാണ്. അവരെ കീഴടക്കുന്നത് വലിയ പ്രയാസമൊന്നുമല്ലെന്നാണ് കുബ്ലൈ ഖാൻ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സന്ദേശവാഹകനെ ഈ ജപ്പാനിലേക്ക് പറഞ്ഞു വിട്ടു. യുദ്ധത്തിനൊന്നും നിങ്ങൾ നിൽക്കണ്ട, കീഴടങ്ങുക, അധികാരം ഞങ്ങൾക്ക് തരിക. പക്ഷേ അതിന് മറുപടിയൊന്നും ലഭിച്ചില്ല. ആ മെസ്സഞ്ചറിനെ തിരികെ കാണാൻ പോലും അദ്ദേഹത്തിന് സാധ്യമായില്ല. അതുകൊണ്ടൊന്നും കുബ്ലൈ ഖാൻ വെറുതെ ഇരുന്നില്ല. അദ്ദേഹം തുടരെ വീണ്ടും മെസ്സഞ്ചേഴ്സിനെ അയക്കാൻ തുടങ്ങി. പക്ഷേ ശുഭസൂചന നൽകുന്ന ഒരു വാർത്തയും അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചില്ല. ഇനി കാത്തിരിക്കാൻ ക്ഷമയില്ല. ഒരു യുദ്ധം അത് എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കണമെന്ന് കുബ്ലൈ ഖാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1274 30,000-ഓളം വരുന്ന ഒരു വലിയ സേന ജപ്പാനിലേക്ക് യാത്ര പുറപ്പെട്ടത്. ജപ്പാൻ എന്ന് പറയുന്നത് ഒരൊറ്റ ഭൂഭാഗമല്ലെന്ന് ഞാൻ പറഞ്ഞു, ഒരുപാട് ദ്വീപുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദ്വീപുകളും കീഴടക്കി മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആദ്യം ഈ ഒരു വലിയ സേന എത്തിച്ചേരുന്നത് സുഷിമ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപിലേക്കാണ്. അത് ഈ കൊറിയയുടെ വളരെ അരികിൽ നിൽക്കുന്ന ഒരു ദ്വീപാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചു. സുഷിമയിൽ വെറും 5000-ഓളം വരുന്ന ഒരു സേനയെ ഉണ്ടായിരുന്നുള്ളൂ. 30,000-നെതിരെ ഈ 5000-ന് പൊരുതി നിൽക്കാൻ സാധിച്ചില്ല. സാങ്കേതികപരമായിട്ടും ഈ 30,000-ഓളം വരുന്ന സേന കുറച്ചുകൂടെ മുന്നിലായിരുന്നു. അവരെ നിഷ്പ്രയാസം കീഴടക്കിയതിന് ശേഷം തൊട്ടരികിലുള്ള മറ്റൊരു ജാപ്പനീസ് ദ്വീപായ ഇക്കിയിൽ എത്തിച്ചേർന്നു. അവിടെയാണെങ്കിൽ വെറും 200 സമുറായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരെ കീഴ്പ്പെടുത്തി ക്രൂരമായിട്ട് കൊല്ലാൻ കുബ്ലൈ ഖാൻ്റെ സേനയ്ക്ക് സാധ്യമായി. അതിനുശേഷം 3000-ഓളം സമുറായിസ് ഉണ്ടായിരുന്ന ഹക്കാത്ത എന്ന ഒരു ജാപ്പനീസ് ദ്വീപിൽ ഇവർ എത്തിച്ചേർന്നു. അവിടെയും വളരെ അനായാസമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയത്. ഹക്കാത്തയിലെ ഈ സമുറൈകൾ കുറേയധികം പേർ പിന്തിരിഞ്ഞ് ഓടുക പോലും ഉണ്ടായി. വളരെ അനായാസമായിട്ട് തന്നെ ഇവരെ പരാജയപ്പെടുത്താൻ മംഗോളിയൻസിന് സാധ്യമായി. പക്ഷേ അതിനിടയിൽ അതിഭീകരമായിട്ടുള്ള ഒരു കടൽക്ഷോഭമുണ്ടായി. അമഗാസി എന്ന് അറിയപ്പെടുന്ന ആ കടൽക്ഷോഭത്തിൽ
അവരുടെ കപ്പലുകൾ നശിച്ചു. കപ്പലുകൾ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ മരണമടഞ്ഞു. അങ്ങനെ വലിയ ഒരു ദുരന്തം നേരിട്ട് നിൽക്കുന്ന ഈ മംഗോളിയൻസിൻ്റെ അരികിലേക്ക് വീണ്ടും ഹക്കാത്തയിലുണ്ടായിരുന്ന സമുറൈസ് ഓടിയെത്തി. ആ സമുറൈസിന് പിന്നീട് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. വളരെ അനായാസം തന്നെ അവരിൽ നിരവധി ആളുകളെ കൊന്നു. അവശേഷിച്ച ആളുകൾ പിന്തിരിഞ്ഞ് അവശേഷിച്ച കപ്പലുകളിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. മംഗോളിയൻസ് പരാജയപ്പെട്ടു പോയിട്ടുള്ള വളരെ ചെറിയ സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവരുടെ പ്രതാപ കാലഘട്ടത്തിൽ. അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണിത്. പക്ഷേ അതുകൊണ്ടൊന്നും കുബ്ലൈ ഖാന് വെറുതെ ഇരിക്കാൻ സാധിക്കുമായിരുന്നില്ല. പിന്നെയും കൂടുതൽ സേനയെ ഇതേപോലെ തന്നെ ഇവിടേക്ക് അയച്ചു. ഇതേ തരത്തിലുള്ള കടക്ഷോഭത്താൽ തന്നെ അവരും നശിച്ച് ഇല്ലാതെയായി. മംഗോളിയൻസ് തുടർച്ചയായിട്ട് ഇങ്ങനെ ആക്രമിച്ചതിനെ തുടർന്ന് ഒരു മുൻകരുതൽ എന്ന വണ്ണം കൂടുതലായിട്ട് സമുറൈകളെ ജപ്പാൻ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. സമുറൈകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള വേതനങ്ങൾ കൊടുക്കണം. അവർക്ക് ഒരുപാട് പ്രിവിലേജുകൾ ഉണ്ടായിരിക്കുന്നതാണ്, അതൊക്കെ അവർക്ക് ലഭ്യമാക്കണം. അങ്ങനെ ഒരുപാട് സമുറൈകൾ വന്നപ്പോൾ അത് ജപ്പാനെ സാമ്പത്തികമായിട്ടും വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. അവിടേക്ക് വലിയ രീതിയിലുള്ള മംഗോളിയൻസിൻ്റെ ആക്രമണം പിന്നീടൊന്നും ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഒരുപാട് സമുറൈസ് ആയപ്പോൾ സാമ്പത്തികമായിട്ട് തകർന്ന ജപ്പാൻ ഈ സമുറൈസിന് കൃത്യമായിട്ട് അവരുടെ വേതനം കൊടുക്കാതെയായി. ഡൈമോകളുടെ ശക്തി എന്ന് പറയുന്നത് സമുറൈസ് ആണ്. സമുറൈസ് ഡൈമോകൾക്കെതിരെ തന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ തീർത്തും ദുർബലരായിട്ട് മാറും. ആ കാലഘട്ടത്തിലെ ചക്രവർത്തിയായിരുന്ന ഗോഡൈഗോ ഇതൊരു അവസരമായിട്ട് എടുത്തു. അദ്ദേഹം ഈ ഡൈമോകളെ അട്ടിമറിച്ച് വീണ്ടും യഥാർത്ഥത്തിലുള്ള അധികാരത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ ചക്രവർത്തിമാർ എല്ലാ കാലഘട്ടങ്ങളിലും ചക്രവർത്തിമാരായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് മിക്ക കാലഘട്ടങ്ങളിലും ശക്തി ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഗോഡൈഗോ അതിന് വിരുദ്ധമായിട്ട് അവരെ അട്ടിമറിച്ച് പൂർണ്ണമായിട്ടുള്ള ശക്തി നേടിയെടുത്തു. എന്നാൽ അതിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് 5 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1338 അഷികാഗോ ടകൈജി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കീഴിൽ സമുറൈകൾ അപ്പോഴത്തെ ചക്രവർത്തിയായിരുന്ന ഗോ ഡൈഗോയെ പുറത്താക്കി. അങ്ങനെ അധികാരം വീണ്ടും ഡൈമോകളുടെ കയ്യിലായി. ഒരുപാട് ഡൈമോകളുണ്ടല്ലോ, ഒരുപാട് ക്ലാനുകളുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ആരാണ് ഷോഗൺ ആകുന്നതെന്നാണ് അടുത്ത തർക്കം. 1467 അണിയൻ വാർ ആരംഭിക്കുന്നത്. പരസ്പരം ഈ ക്ലാനുകൾ അല്ലെങ്കിൽ ഡൈമോകൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറ്റവും ഉയർന്ന ഷോഗൺ ആകാൻ വേണ്ടി. ഈ ഘട്ടത്തിൽ ജപ്പാൻ പല പല കഷ്ണങ്ങളായി മുറിയപ്പെട്ടു. ഓരോ കഷ്ണങ്ങളിലും നിയന്ത്രിക്കുന്നത് ഡൈമുകളാണ്. ആ ഡൈമുകൾ മറ്റ് ടെറിട്ടറികളെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അല്പം ദൈർഘ്യമേറിയ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിനിടയിൽ സമുദ്രത്തിൽ നിന്നും ഒരു പോർച്ചുഗീസ് കപ്പൽ അവിടെ എത്തിച്ചേർന്നു. വർഷം 1543 ടണഗാഷിമ എന്ന ഒരു തെക്കൻ ദ്വീപിലാണ് ഈ കപ്പൽ എത്തിച്ചേരുന്നത്. ആ കപ്പലിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് 3 പോർച്ചുഗീസ് നാവികരാണ്. അവർ 3 പേരുമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ജപ്പാൻ്റെ മണ്ണിൽ കാലുകുത്തിയ യൂറോപ്യൻസ്. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം പോർച്ചുഗീസിൽ നിന്നും ഒരുപാട് കപ്പലുകൾ ജപ്പാനെ തേടിയെത്തി. പ്രധാനമായിട്ടും ഇവരുടെ ലക്ഷ്യം വിൽപ്പനയായിരുന്നു. ഇവർക്ക് വിൽക്കാനായിട്ടുണ്ടായിരുന്നത് തോക്കുകളാണ്. അവിടെ ഒരു ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും മികച്ച ആയുധങ്ങൾ കിട്ടുന്ന ആളുകൾക്ക് ആ യുദ്ധത്തിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പോർച്ചുഗീസ് കപ്പലുകൾ എത്തുന്നതിന് മുൻപ് ഇവർ പ്രധാനമായിട്ടും വാളുകൾ ഉപയോഗിച്ചിട്ടാണ് യുദ്ധം ചെയ്തിരുന്നത്. വലിപ്പമേറിയിട്ടുള്ള ഒരു വാളും വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വാളും സമുറയുടെ പക്കലുണ്ട്. അകലെയുള്ള ശത്രുവിനെ വലിപ്പമേറിയിട്ടുള്ള വാൾ ഉപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തും. അരികിലൂടെ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുവിനെ ചെറിയ വാൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കടാര ഉപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തും. ഇതിനു പുറമെ നിഞ്ച എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രത്യേക വിഭാഗത്തിലുള്ള സൈനികരും ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായി വരുന്നത്. ഇപ്പം നിഞ്ച എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ഏജൻറ്റിനെ പോലാണ്. രഹസ്യമായിട്ടാണ് ഇവർ കൊലപാതകങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. ശത്രുക്കളുടെ വീടുകളിൽ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി ബങ്കറുകളിൽ രാത്രി കാലങ്ങളിൽ എത്തിച്ചേർന്ന് ആരും അറിയാതെ രഹസ്യമായിട്ട് ശത്രുക്കളെ കൊന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകുന്ന ഒരു രീതിയാണ്. കൂടാതെ ഇൻഫർമേഷനുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുത്ത് ശത്രുക്കൾക്ക് കൊടുക്കാനും ഈ നിഞ്ചകൾക്ക് പ്രത്യേക രീതിയിലുള്ള വൈഭവമാണ് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ തോക്കുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ജാപ്പനീസുകാർ കൂടുതലായിട്ട് തോക്കുകൾ പോർച്ചുഗീസുകാരിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിലെത്രമാത്രം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല.
ആദ്യമായിട്ട് തോക്കുകൾ ജാപ്പനീസുകാർ ഒരു അത്ഭുതമായിട്ടാണ് ഏറ്റുവാങ്ങുന്നത്. പക്ഷേ അതിനുശേഷം ഇവരത് അഴിച്ചു പണിയുകയും എങ്ങനെയാണ് തോക്കുണ്ടാക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഇവർ തന്നെ സ്വയം തോക്കുകൾ ഉണ്ടാക്കി യുദ്ധത്തിൽ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പോർച്ചുഗീസുകാർ അവിടെ അല്പം മണ്ടന്മാരായി മാറി എന്നും ഈ ഒരു വിശേഷണത്തിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർ കൂടുതലായിട്ട് തോക്ക് വിൽക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ തോക്കുകളൊക്കെ ആദ്യം ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ പിന്നീട് തോക്കുകൾ വിൽക്കാനായിട്ട് അവർക്ക് സാധ്യമാകുന്നില്ല. കാരണം ജപ്പാൻകാർ തന്നെ അവരുടെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച് തോക്കുകൾ ഉണ്ടാക്കി എന്ന് പറയുന്നു. പക്ഷേ അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, പോർച്ചുഗീസുകാരിൽ തുടർച്ചയായിട്ട് അവിടെ എത്തിച്ചേരുകയും അവരുടെ കയ്യിൽ നിന്നും തുടർച്ചയായിട്ട് തോക്കുകൾ പോലുള്ള മറ്റ് ആയുധങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. 1549 ഫ്രാൻസിസ് സേവ്യർ ജപ്പാനിൽ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് മതപരിവർത്തനമാണ്. കൂടുതൽ ക്രിസ്ത്യാനികളെ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ക്രിസ്ത്യാനികളായിട്ട് കൺവേർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്. കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ തോക്കുകൾ വിൽക്കാമെന്നുള്ള കരാർ ഇവർ തമ്മിലുണ്ട്. ഇത് ശരിക്കും മുതലെടുത്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ജപ്പാനിൽ, ഒഡ നബുനാഗ. അദ്ദേഹം ക്രിസ്ത്യാനിറ്റി മതമൊന്നും സ്വീകരിച്ചില്ല. പക്ഷേ അങ്ങനെ ക്രിസ്ത്യാനിറ്റി മതം സ്വീകരിച്ച് പോർച്ചുഗീസുകാരുടെ പ്രീതി സ്വന്തമാക്കിയിട്ടുള്ള നിരവധി ആളുകളെ ഇയാളുടെ ഭാഗത്താക്കി മാറ്റി. അങ്ങനെ കൂടുതൽ തോക്കുകളും മറ്റ് സാങ്കേതിക വിദ്യകളും ഇയാൾക്ക് ലഭ്യമായി. അതുപയോഗിച്ചിട്ട് വലിയ അട്ടിമറി നടത്താൻ നബുനാഗയ്ക്ക് സാധ്യമായി. അദ്ദേഹം അധികാരത്തിലേക്ക് വന്നു. പല സ്റ്റേറ്റുകളായിട്ട് വിഘടിച്ചിരുന്ന ജപ്പാനെ 1582 നബുനാഗയാണ് ഒന്നിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അധിക നാൾ അധികാരത്തിൽ തുടരാൻ സാധിച്ചില്ല. കാരണം മറ്റുള്ള ആളുകളും തോക്കുകൾ സ്വന്തമാക്കുന്നുണ്ടല്ലോ, അതിൽ പ്രാക്ടീസ് അവർ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നബുനാഗയെ കൊലപ്പെടുത്തി മറ്റൊരു ഷോഗൺ അവിടെ അധികാരത്തിലേക്ക് വരികയാണ്. ഒരു ഡൈമോ ആയിരുന്ന ടൊയോട്ടോമി ഹിദയോഷിയാണ് അധികാരത്തിലേക്ക് വരുന്നത്. ജപ്പാൻ്റെ ചരിത്രത്തിൽ ഹിദയോഷിക്ക് ഒരു വലിയ പങ്ക് തന്നെയാണുള്ളത്. പക്ഷേ ഹിദയോഷി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഷോഗൺ പദവി നേടിയെടുക്കാൻ സാധ്യമായില്ല. പക്ഷേ അതിന് തതുല്യമായിട്ടുള്ള ഒരു പദവി നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഷോഗൺ എന്നുള്ള ടൈറ്റിൽ ഇല്ലെങ്കിലും എല്ലാ രീതിയിലുള്ള അധികാരവും അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. ഷോഗൺ ആകാനുള്ള അധികാര വടംവലിയിൽ അദ്ദേഹത്തോടൊപ്പം മത്സരിച്ചത് ടൊകുഗാവ ഇയാസു ആണ്. പക്ഷേ ടൊകുഗാവ ഇയാസുവിനേക്കാൾ ശക്തനായിരുന്ന ഹിദയോഷി അധികാരം നേടിയെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇയാസുവിനെ അങ്ങനെ പിണക്കാൻ സാധിക്കുകയില്ലെന്ന് ഹിദയോഷിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ജപ്പാൻ്റെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങൾ ഇയാസുവിന് കൊടുത്തു. എന്നിട്ട് അയാളോട് ആ പ്രദേശങ്ങൾ ഭരിച്ചോളൂ, ഞാൻ അവിടേക്ക് വരുന്നില്ല, ഞാൻ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശങ്ങൾ മാത്രം ഭരിക്കാം. പക്ഷേ ഹിദയോഷിക്ക് നല്ല പ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിക്ക് വെറും 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഹിദയോരി എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എങ്ങനെയെങ്കിലും അടുത്ത ഷോഗണായിട്ട് തൻ്റെ മകനായിട്ടുള്ള ടൊയോട്ടോമി ഹിദയോരിയെ എത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടി അദ്ദേഹം 5 അംഗമുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ ഒരു ഭാഗമാക്കാനായിട്ട് അദ്ദേഹം ഇയാസുവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം താൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അധികാരം നേടിയെടുക്കുക ഇയാസു ആയിരിക്കും. താൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ഡൈമോ അത് ഇയാസു ആണ്. അതുകൊണ്ട് ഇയാസു ഉറപ്പായിട്ടും അധികാരത്തിലെത്താൻ ശ്രമിക്കും. അതിന് തടയിടണമെങ്കിൽ തൻ്റെ മകനെ സംരക്ഷിക്കാനുള്ള അധികാരം ഇയാസുവിന് തന്നെ കൊടുക്കണം. ഇയാസുവിനോടൊപ്പം 4 ആളുകളെ കൂടി അദ്ദേഹം ഈ കമ്മിറ്റിയിലേക്ക് ഏർപ്പാട് ചെയ്തു. അതിനു പുറമെ മറ്റൊരു 5 അംഗ കമ്മിറ്റിയെ കൂടി അദ്ദേഹം നിയമിക്കുന്നുണ്ട്. കാരണം മകന് 5 വയസ്സ് മാത്രമേ ഉള്ളൂ. താൻ മരിച്ചു കഴിഞ്ഞാൽ മകനോ അല്ലെങ്കിൽ മകനെ സംരക്ഷിക്കുന്ന ആളുകൾക്കോ ജപ്പാൻ ഭരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മകൻ പ്രായപൂർത്തിയാകുന്നിടം വരെ ജപ്പാൻ ഭരിക്കാനായിട്ട് 5 അംഗത്തെ അദ്ദേഹം നിയമിച്ചു. ആ 5 പേരിൽ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി ഇഷിത മിസിനാരി എന്ന ഒരു മിനിസ്റ്ററായിരുന്നു. മന്ത്രി എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല, എന്നാൽ മന്ത്രിക്ക് തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മിസിനാരി. 1598 ഹിദയോഷി മരണമടയുന്നത്. പിന്നീട് അവിടെ അധികാരത്തിനു വേണ്ടിയിട്ടുള്ള വടംവലിയാണ്. ഹിദയോരിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു 5 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നല്ലോ.
ആ 5 അംഗ കമ്മിറ്റിയുടെ ഭാഗമാകാനൊന്നും ഇയാസു കൂട്ടാക്കിയില്ല. കാരണം ഇയാസുവിന് അധികാരം വേണം, അല്ലാതെ ഹിദയോരിയെ സംരക്ഷിച്ച് നിർത്താനൊന്നും അയാളെ കൊണ്ട് സാധിക്കുകയില്ല. അധികാരത്തിൻ്റെ വലിയ വടംവലി അത് ഇയാസുവിൻ്റെ ഭാഗത്തു നിന്നും മാത്രമല്ല ഉണ്ടാകുന്നത്. ഈ ഹിദയോഷിയുടെ പക്ഷത്തുണ്ടായിരുന്ന ആളുകൾക്കിടയിലും അധികാരത്തിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മിസിനാരിയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും ശക്തൻ. ഞാൻ പറഞ്ഞു 5 അംഗ കമ്മിറ്റി ഭരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മിസിനാരിയും ഇയാസുവും തമ്മിലാണ് പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്നത്. അതിനു പുറമെ വേറെ ചില ആഭ്യന്തര യുദ്ധങ്ങളും ഈ ഘട്ടങ്ങളിൽ അവിടെ നടക്കുന്നുണ്ട്. ഇയാസുവും മിസിനാരിയും ജോഗ്രഫിക്കലി 2 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. ഹിദയോഷി തെക്ക് ഭാഗത്തായിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ വടക്ക് ഭാഗത്താണ് ഇയാസു ഭരിച്ചിരുന്നത്. വടക്കു ഭാഗത്തെ ഇന്നത്തെ ടോക്കിയോ എന്നറിയപ്പെടുന്ന സ്ഥലം ആസ്ഥാനമാക്കിയായിരുന്നു അവരുടെ ഭരണം. ആ ഘട്ടത്തിൽ ആ പ്രദേശത്തിന് ടോക്കിയോ എന്നുള്ളൊരു പേരില്ല, ഇൻഡോ അല്ലെങ്കിൽ ഇഡോ എന്നായിരുന്നു ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അതേസമയം ഒസാക്ക എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു ഹിദയോഷി ഭരിച്ചിരുന്നത്. അപ്പോൾ മിസിനാരിയും ഇപ്പോൾ ഈ പറയുന്ന തെക്ക് ഭാഗത്തെ ഒസാക്ക കേന്ദ്രീകരിച്ചാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ഡൈമുകളെ സ്വന്തം പക്ഷത്താക്കണം. ഡൈമുകളുടെ അണ്ടറിൽ ഒരുപാട് സമുറൈകളുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ തുടക്കം എന്ന രീതിയിൽ 2 പക്ഷവും കൂടുതൽ ഡൈമുകളെ ഹയർ ചെയ്യാൻ തുടങ്ങി. പണം കൊടുക്കുന്നുണ്ട്. പണം കൊടുത്തിട്ടാണ് ഈ ഡൈമുകളെയും സമുറയെയും സ്വന്തം പക്ഷത്തേക്ക് ആക്കുന്നത്. പക്ഷേ ഡൈമുകൾക്ക് ഏറ്റവും സൗകര്യം അവർ ഏത് പ്രദേശത്താണോ ഉള്ളത് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുക എന്നതാണ്. ഇപ്പോൾ തെക്ക് ഭാഗത്തുള്ള ഒരു ഡൈമോ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും ചൂസ് ചെയ്യുന്നത് ഒസാക്ക കേന്ദ്രീകരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മിസിനാരിയെ ആയിരിക്കും. അതേസമയം ഉത്തരഭാഗത്തുണ്ടായിരുന്ന ഡൈമോകൾ ഇയാസുവിൻ്റെ പക്ഷത്തും ചേർന്നു. 1600-ലാണ് സെക്കിഗാര എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം ശരിക്കും ആരംഭിക്കുന്നത്. ആ യുദ്ധത്തിൽ ഇയാസു വളരെ ടാക്റ്റിക്കലായിട്ടുള്ള ഒരു മൂവ് നടത്തി. മുമ്പ് ഷോഗൺ ആയിരുന്ന ഹിദയോഷി ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നു. പല ഡൈമോകളുടെയും കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ ഒസാക്കയിലുള്ള കൊട്ടാരത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ ഈ ഡൈമോകളുടെ കുടുംബം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡൈമോയും ഈ ഷോഗണിനെതിരെ തിരിയുന്നതല്ല. അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോഗൺ താമസിക്കുന്ന അതേ കൊട്ടാരത്തിൽ തന്നെയാണല്ലോ അവരുടെ കുടുംബമുള്ളത്. അപ്പോൾ ആ കുടുംബത്തെ വകവരുത്തുമെന്നുള്ള ഒരു ഭയം ഡൈമുകൾക്ക് ഉണ്ടായിരുന്നു. ഇയാസു ഈ ഭയം തന്നെ മുതലെടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം നേരെ ഒസാക്കയിലെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. കൊട്ടാരം കീഴ്പ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന ഹിദയോരി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. ഹിദയോരി ഒരു കൊച്ചു കുട്ടിയാണ്. ഹിദയോരി ഒന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം കൊട്ടാരത്തിൽ കയ്യേറി അവിടെ താമസം ആരംഭിച്ചു. ഇതോടുകൂടി തെക്കു ഭാഗത്തുണ്ടായിരുന്ന ഡൈമുകൾക്ക് വലിയ ഭയമായി. കാരണം അവർ ഏതെങ്കിലും രീതിയിൽ ഇയാസുവിനെതിരെ തിരിയുകയാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും. ഉത്തരഭാഗത്തുണ്ടായിരുന്ന ഡൈമോകൾ തീർച്ചയായിട്ടും ഇയാസുവിൻ്റെ ഒപ്പമായിരുന്നു. ദക്ഷിണ ഭാഗത്തുള്ള ഡൈമോകൾ ഇയാസുവിനെതിരെ തിരിയാതെയുമായി. അങ്ങനെ മിസിനാരി ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ തുടർന്ന് തന്നെ ആ യുദ്ധത്തിൽ ഇയാസു ആണ് വിജയിക്കുന്നത്. അദ്ദേഹം അടുത്ത ഷോഗണായി മാറി. അങ്ങനെയാണ് ടൊകുഗാവ ഷോഗണൈറ്റ് ആരംഭിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 268 വർഷമാണ് ഇവർ ജപ്പാൻ അടക്കി ഭരിച്ചത്. ഇവരുടെ ആസ്ഥാനം ഇന്നത്തെ ടോക്കിയോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഇഡോ ആയിരുന്നു. 268 വർഷവും അവിടെ തുടർച്ചയായിട്ട് സമാധാനമുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള യുദ്ധങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ ഉയരാൻ ഇവർക്ക് ആ കാലഘട്ടത്തിൽ സാധിച്ചു. എങ്ങനെയാണ് തുടർച്ചയായിട്ട് അവിടെ സമാധാനം പുലർന്നു പോയത്? അതിൻ്റെ കാരണം ടൊകുഗാവയിൽ ഉണ്ടായിരുന്ന ഈ ഷോഗണുകളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഭരണരീതിയായിരുന്നു. അവർക്കെതിരെ ആരെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയാൽ മതി അവരെ ക്രൂരമായിട്ട് കൊല ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ കാര്യമായിട്ടുള്ള എതിർപ്പുകളൊന്നും ഉണ്ടാകുന്നില്ല. ചെറിയ എതിർപ്പുകൾ നടത്തിയവരെ അപ്പോൾ തന്നെ വകവരുത്തുകയുണ്ടായി. മൂന്നാമത്തെ ടൊകുഗാവ ഷോഗൺ ആയിരുന്ന ടിമിറ്റ്സു 1639-ൽ സക്കോക്കു എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. അക്ഷരാർത്ഥത്തിൽ ആ രാജ്യത്തെ കൊട്ടിയടയ്ക്കുന്ന ഒരു ഭരണ രീതിയായിരുന്നു. ജപ്പാനിൽ നിന്നും ആർക്കും വെളിയിലേക്ക് പോകാൻ സാധിക്കുകയില്ല. ആർക്കും വെളിയിൽ നിന്ന് ജപ്പാനിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതല്ല. വ്യാപാരം നടക്കുന്നുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം. നാഗസാക്കി എന്ന് പറയുന്ന ഇന്നത്തെ പ്രദേശത്തേക്ക് വ്യാപാരത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി ഡച്ചുകാർക്ക് വരാം.
മറ്റുള്ള യൂറോപ്യൻസിന് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ചൈനക്കാർക്കും എത്തിച്ചേരാം. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം, അവരുടെ ആവശ്യത്തിനുള്ള വസ്തുക്കൾ മാത്രം ഇറക്കുമതി ചെയ്യുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ അതും വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ്. ഈ ഒരു ഘട്ടം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യമാണ് ജപ്പാനിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാവാനുള്ള കാരണം. മറ്റുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നുള്ള ഒരു മാറ്റങ്ങളും ഇവരറിയുന്നില്ല, ഇവരിലേക്ക് ആ മാറ്റങ്ങളും വരുന്നില്ല. ഇവരുടേതായിട്ടുള്ള രീതിയിൽ മാത്രമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജനസംഖ്യ വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും യുദ്ധങ്ങളൊന്നും അവിടെ നടക്കുന്നില്ലല്ലോ. രാജാവിനെതിരെ അല്ലെങ്കിൽ ഷോഗണിനെതിരെ തിരിയുന്ന ആളുകൾക്ക് മാത്രമേ അപകടങ്ങൾ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ ജനസംഖ്യ ഇരട്ടിയായിട്ട് മാറി. ഏകദേശം 3 കോടി ജാപ്പനീസുകാരാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അതായത് ഇന്നത്തെ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഏകദേശം അടുത്തുള്ള ഒരു സംഖ്യ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ധാരാളമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും റോഡുകളുമൊക്കെ ഈ കാലഘട്ടത്തിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടു. ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വലിയ ജനസംഖ്യ ഉയർന്നു വന്നതോടുകൂടി അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭ്യമാകാതെയായി. 1700-കളിലാണ് ഇത് വലിയ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. അവരുടെ ഫാമിംഗ് രീതിയിലും വലിയ പരിഷ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിൽ ഭക്ഷ്യക്ഷാമം സംഭവിച്ച് ഒരുപാട് ആളുകൾ മരണമടയുന്നത് 1700-കളിലാണ്. ആ കാലഘട്ടത്തിൽ അവർക്ക് ഡച്ച് പുസ്തകങ്ങൾ ലഭ്യമായിരുന്നു. ഡച്ചുകാർ ഇറക്കുമതി ചെയ്ത കൂട്ടത്തിൽ അവരുടെ പുസ്തകങ്ങളും ലഭ്യമാക്കിയിരുന്നു. ആ പുസ്തകങ്ങൾ ജാപ്പനീസ് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ അത് വായിക്കുമായിരുന്നു. നമ്മുടെ ഈ രാജ്യം പോലെ ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ ജപ്പാൻ. ആ കാലഘട്ടത്തിലെ കേരളം എടുത്തു കഴിഞ്ഞാൽ അതിൽ വായിക്കാനും എഴുതാനും ഒക്കെ സാധിക്കുന്ന ആളുകൾ വളരെ വളരെ കുറവായിരുന്നു. പക്ഷേ ജപ്പാനിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും ആ കാലഘട്ടത്തിൽ അത്യാവശ്യം വായിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഈ ഡച്ച് ട്രാൻസ്ലേഷനിലൂടെ യൂറോപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചുമൊക്കെ അവിടെയുള്ള സാധാരണക്കാർ മനസ്സിലാക്കുകയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ടും ടോക്കുഗാവ ഷോഗണേറ്റിനെ അട്ടിമറിക്കാൻ ആർക്കും സാധ്യമായില്ല. 1853 ഒരു പ്രാധാന്യമർഹിക്കുന്ന സംഭവം ജപ്പാൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചു. അമേരിക്കയിൽ നിന്നും ഒരു വലിയ പടക്കപ്പൽ ജപ്പാൻ്റെ ഇഡോ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചു. അതായത് ഇന്നത്തെ ടോക്കിയോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം. അത് അതിഭീകരമായിട്ടുള്ള ഒരു പടക്കപ്പലായിരുന്നു. അതുപോലൊരു പടക്കപ്പൽ അതിനു മുൻപ് ജപ്പാനിലുള്ള ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ പടക്കപ്പലിൽ പുതിയ തരത്തിലുള്ള പീരങ്കികൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയി. ഒരു അമേരിക്കൻ നാവിക ഓഫീസറായിരുന്ന മാത്യു പെറിയും സംഘവുമായിരുന്നു അന്ന് അവിടെ എത്തിച്ചേർന്നത്. മാത്യു പെറിക്ക് ഒരൊറ്റ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: വ്യാപാര ബന്ധം മലർക്കെ തുറക്കണം. ഡച്ചുകാരുമായിട്ട് മാത്രമല്ലേ ഇപ്പോഴുള്ളൂ, അത് അമേരിക്കയുമായിട്ടും കൂടെ വ്യാപിപ്പിക്കണം. അമേരിക്ക പറയുന്ന രീതിയിലുള്ള കയറ്റുമതിയും ഇറക്കുമതിയും വേണം നടപ്പിലാക്കാൻ. ഷോഗണേറ്റിലെ ആ കാലഘട്ടത്തിലെ ഷോഗണിന് മറ്റൊരു ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നില്ല. അവർ ആ പടക്കപ്പൽ കണ്ടപ്പോൾ തന്നെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. അവർ അത് അപ്പോൾ തന്നെ സമ്മതിച്ചു. അങ്ങനെ അമേരിക്കയുമായിട്ട് വ്യാപാര ബന്ധം ആരംഭിച്ചു. ഇത് മനസ്സിലാക്കിയ റഷ്യ, അന്ന് റഷ്യയില്ല, സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഇതേ രീതിയിൽ തന്നെ അവിടെ വ്യാപാര ബന്ധം ആരംഭിച്ചു. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ ആ കാലഘട്ടത്തിൽ വളരെ നീചമായിട്ടും ക്രൂരമായിട്ടുമാണ് മറ്റുള്ള പ്രദേശങ്ങളെ കണ്ടിരുന്നത്. അവരുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളും അപ്രകാരമായിരുന്നു. ജപ്പാന് എന്ത് നേട്ടമുണ്ടാകുമെന്ന് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ബ്രിട്ടന് എന്തുമാത്രം ചൂഷണം ചെയ്യാമെന്ന് മാത്രമായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ ചൂഷണങ്ങളൊക്കെ നേരിട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അപ്പോഴും ജപ്പാൻ്റെ ഭരണം ജപ്പാൻ്റെ കൈകളിൽ തന്നെയാണ്. വേറെ ആരും അവരെ ഭരിക്കുന്നില്ല. വ്യാപാര ബന്ധങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലെ ഷോഗൺ ദുർബലനാണെന്നുള്ള ഒരു ചിന്താഗതി ജപ്പാനിൽ മൊത്തത്തിലുണ്ടായിരുന്നു. കാരണം അമേരിക്കയിൽ നിന്ന് വന്ന ആ വാർഷിപ്പിനോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇങ്ങനെ ഭയന്നു നിൽക്കുന്ന ഷോഗണിനെ വളരെ അനായാസം കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് തെക്ക് ഭാഗത്തുണ്ടായിരുന്ന 2 ടെറിട്ടറികൾ ചിന്തിച്ചു. ഓഷു, സത്സുമ എന്നാണ് ആ ടെറിട്ടറികളുടെ പേര്. തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ടെറിട്ടറിയിലെ ഡൈമോകൾ 1868
ആ കാലഘട്ടത്തിലെ ജാപ്പനീസ് ചക്രവർത്തിയായിരുന്ന മൈജിയെ പോയി കണ്ടു. മൈജി വളരെ ചെറുപ്പമാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് അനായാസമായിട്ട് തന്നെ ഷോഗണിനെ ഇപ്പോൾ അട്ടിമറിക്കാം. ഞങ്ങൾ അട്ടിമറിച്ചു കഴിഞ്ഞാൽ താങ്കളായിരിക്കും യഥാർത്ഥത്തിലുള്ള രാജാവ്, അല്ലെങ്കിൽ യഥാർത്ഥ ഭരണം താങ്കൾക്ക് ലഭ്യമാകുന്നതാണ്. മൈജി പറഞ്ഞു, എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി കീഴ്പ്പെടുത്തിക്കോ. നിങ്ങൾ അയാളെ തോൽപ്പിക്കുകയാണെങ്കിൽ ഭരണം ഏറ്റെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ ഒരു മറുപടി കേട്ടതിന് ശേഷം ഈ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ ഷോഗണിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം മൈജി ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള കൊട്ടാരം വിട്ട് ഇഡോയിലേക്ക് ചേക്കേറി. കാരണം ഇഡോ അപ്പോഴേക്കും ഒരുപാട് വികസിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കൊട്ടാരം ഒരു വലിയ കൊട്ടാരം തന്നെയായിരുന്നു. ഇഡോയിൽ എത്തിച്ചേർന്നതിന് ശേഷം മൈജി ഇഡോയുടെ പേര് തന്നെ മാറ്റി ടോക്കിയോ എന്നുള്ള ഒരു പേര് കൊടുത്തു. ആ പേര് തന്നെയാണ് ടോക്കിയോയ്ക്ക് ഇപ്പോഴുള്ളത്. ലോകത്തിലെ ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള, ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളുള്ള ഒരു മനോഹര നഗരം തന്നെയാണ് ടോക്കിയോ. ജപ്പാനിലെ യഥാർത്ഥ ചക്രവർത്തി യഥാർത്ഥത്തിൽ ഭരിക്കുന്ന വളരെ ചുരുക്കം ചില കാലഘട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. അവരുടെ കീഴിൽ ഒരുപാട് മാറ്റങ്ങൾ ജപ്പാനിലും ടോക്കിയോയിലുമായിട്ട് സംഭവിക്കുന്നുണ്ട്. ശരിക്കുമുള്ള ഒരു മോഡേണൈസേഷൻ ആരംഭിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് അവർക്ക് വലിയ വ്യാപാര ബന്ധമുണ്ട്. ആ രാജ്യങ്ങളുടെ സഹായത്താൽ ഒരുപാട് മോഡേണൈസേഷൻ അവർ നടപ്പിലാക്കി. പല തരത്തിലുള്ള വ്യാവസായിക സ്ഥാപനങ്ങൾ, ആ കാലഘട്ടത്തിലെ വ്യാവസായിക സ്ഥാപനങ്ങളാണ്, അവർ അത് സ്ഥാപിക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള കെട്ടിടങ്ങൾ അവർ നിർമ്മിച്ചു. മറ്റ് ഭാഷകൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. കൂടുതലായിട്ട് സാങ്കേതിക വിദ്യയും ശാസ്ത്രവും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. ഇതിന് മുൻപുള്ള കാലഘട്ടം വരെ ക്രിസ്ത്യാനിറ്റിക്ക് അവിടെ നിരോധനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ക്രിസ്ത്യൻസിനെ സ്വാഗതം ചെയ്യുകയാണ് പുതിയ ചക്രവർത്തി. കാരണം അവർ ഇപ്പോൾ വ്യാപാര ബന്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ സൗഹൃദ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയാണ് ഉണ്ടായിരുന്നത്. അവരെ പ്രീതിപ്പെടുത്താനായിട്ട് ക്രിസ്ത്യൻസിന് കൂടുതലായിട്ട് ഇവിടെ പ്രവേശിക്കാനും മതപരിവർത്തനം നടത്താനുമുള്ള അവകാശങ്ങൾ കൊടുത്തു. എല്ലാ രീതിയിലുമുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അവരുടെ നിയമങ്ങൾ പൊളിച്ചെഴുതി, അവരുടെ ഭരണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി. ഒരു യൂറോപ്യൻ രാജ്യത്തെ പോലെ ജപ്പാൻ മാറാൻ തുടങ്ങി. 1877 സത്സുമ റെബല്യൻ ആരംഭിച്ചു. ശരിക്കും ചക്രവർത്തിക്ക് ഈ അധികാരം നേടിക്കൊടുത്തത് രണ്ട് ഗോത്ര വിഭാഗങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാണ് സത്സുമ. ആ സത്സുമയ്ക്ക് ലഭ്യമാകേണ്ട പല പ്രിവിലേജുകളും ലഭ്യമാകുന്നില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു റെബല്യൻ ആരംഭിക്കുന്നത്. പക്ഷേ ആ 9 വർഷത്തെ ഭരണം കൊണ്ട് ചക്രവർത്തിക്ക് ഒരു മികച്ച മോഡേൺ മിലിറ്ററിയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതിനു മുൻപ് വരെ ഉണ്ടായിരുന്നത് സമുറൈകൾ മാത്രമായിരുന്നെങ്കിൽ ശരിക്കുമുള്ള ഒരു പട്ടാളത്തെ സൃഷ്ടിക്കാൻ ചക്രവർത്തിക്ക് സാധ്യമായിട്ടുണ്ടായിരുന്നു. ആ പട്ടാളത്തെ കൊണ്ട് വളരെ നിഷ്പ്രയാസം തന്നെ ഈ സമുറൈസിനെ കീഴ്പ്പെടുത്താൻ ഇവർക്ക് സാധിച്ചു. അത്തരത്തിൽ ഒരു യുദ്ധവിജയം അനായാസമായിട്ട് നേടിയെടുത്തപ്പോഴാണ് ജപ്പാനെ കുറെ കൂടെ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ചക്രവർത്തിയും പട്ടാളവും ചിന്തിക്കുന്നത്. കൂടുതൽ വികസിപ്പിക്കണം. ഈ ഒരു യുദ്ധത്തിൻ്റെ വിജയം നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ആവർത്തിക്കാൻ സാധിക്കും. ജപ്പാൻ്റെ അരികിലായിട്ട് ഒരുപാട് ചെറു ദ്വീപുകൾ വേറെയുമുണ്ട്. ആ ചെറു ദ്വീപുകൾ ഓരോന്നിനെയായിട്ട് ഇവർ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അന്ന് തായ്വാൻ എന്ന് പറയുന്ന ദ്വീപരാഷ്ട്രം ചൈനയുടെ ഒരു ഭാഗമാണ്. ആ തായ്വാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ജപ്പാൻ ശ്രമിച്ചു. ചൈന അതിൽ ഇടപെട്ടു. അങ്ങനെയാണ് 1894 സിനോ ജപ്പാൻ യുദ്ധം ആരംഭിക്കുന്നത്. ചൈന എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു സൈന്യമുണ്ട്. ആ വലിയ സൈന്യത്തെ വളരെ നിസ്സാരമായിട്ട് തന്നെയാണ് ജാപ്പനീസ് സേന കീഴ്പ്പെടുത്തിയത്. തായ്വാൻ അവർ അനക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിലെ ജപ്പാനെ പോലെ തന്നെയുള്ള ഒരു രാജ്യമായിരുന്നു ബ്രിട്ടൻ. ബ്രിട്ടനും ഒരുപാട് പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അവർ കുറേ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുമുണ്ട്. ജപ്പാനും ഒരു ചെറിയ രാജ്യമാണ്. അവർക്കും മറ്റ് പല രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി അവിടെ ചൂഷണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുകയാണ്. അവർ തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ഇപ്പോൾ അവർ തമ്മിൽ ഒരു മിലിറ്ററി സഖ്യവുമുണ്ട്. ബ്രിട്ടൻ്റെ ഒരു പൊതു ശത്രുവാണ് റഷ്യ. അതുപോലെ റഷ്യയുമായിട്ട് വലിയ അടുത്ത ബന്ധമൊന്നും ജപ്പാനില്ല. ഈ ബ്രിട്ടനും ജപ്പാനും കൂടിച്ചേർന്ന്
റഷ്യക്കെതിരെ, അന്ന് റഷ്യയില്ല സോവിയറ്റ് യൂണിയനാണ്, സോവിയറ്റ് യൂണിയനെതിരെ ഒരു യുദ്ധം ആരംഭിക്കുന്നു. 1904 ആരംഭിച്ച ഈ യുദ്ധം റൂസോ ജാപ്പനീസ് യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ യുദ്ധത്തിലും ജപ്പാന് അനായാസമായിട്ട് വിജയിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അതൊരു റെക്കോർഡ് കൂടിയായിരുന്നു. ആദ്യമായിട്ട് ഒരു ഏഷ്യൻ രാജ്യം ഒരു യൂറോപ്യൻ ശക്തിയെ കീഴ്പ്പെടുത്തിയ യുദ്ധം. ഈ യുദ്ധത്തിന് ശേഷം കൊറിയ ഇവർ അനക്സ് ചെയ്യുകയാണ്. കൊറിയ ജപ്പാൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അങ്ങനെയിരിക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ജപ്പാൻ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ഇവരുടെ അടുത്തുള്ള പസഫിക് ഓഷ്യനിലെ മറ്റ് ചില ദ്വീപുകളുണ്ട്. ആ ദ്വീപുകൾ ഭരിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിക്ക് എതിരെയാണ് ബ്രിട്ടൻ നിൽക്കുന്നത്. ബ്രിട്ടൻ്റെ ഒപ്പമുള്ളവരാണ് ജാപ്പനീസുകാർ. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ജർമ്മനി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ മറ്റ് ദ്വീപുകൾ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ആ ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ യുദ്ധത്തിൽ അവർക്ക് വലിയ രീതിയിൽ വിജയിക്കാനും സാധ്യമായി. അങ്ങനെ ഈ ജർമ്മനിയുടെ അണ്ടറിലുണ്ടായിരുന്ന ദ്വീപുകളൊക്കെ ഇവർക്ക് സ്വന്തമായി. മാത്രമല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ടായിരുന്ന മിക്ക രാജ്യങ്ങളും ജപ്പാൻ്റെ ഭരണത്തിൻ്റെ കീഴിലായി. ജപ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. ആ രാജ്യം ഒരു വലിയ ഭൂഭാഗം ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈക്കലാക്കിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ. യുദ്ധത്തിൻ്റെ രുചി അവർക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അതിനെ തുടർന്നാണ് പിന്നീട് 1937 രണ്ടാം സിനോ ജാപ്പനീസ് യുദ്ധം ആരംഭിക്കുന്നത്. ഈ യുദ്ധത്തിൽ ചൈനയുടെ ഒരു വലിയ ഭൂഭാഗം തന്നെ ഇവർക്ക് കീഴ്പ്പെടുത്താൻ സാധ്യമായി. ചൈനയുടെ കിഴക്ക് ഭാഗത്തുള്ള വലിയ പ്രദേശങ്ങളാണ് ഇവർ കീഴ്പ്പെടുത്തിയത്. ചൈന എന്ന് പറയുമ്പോൾ ഒരു വലിയ രാഷ്ട്രമാണെങ്കിൽ പോലും അവരുടെ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെയും അവിടെയാണ്. ബാക്കി വരുന്ന മെജോറിറ്റി ഏരിയകളും ഗോബി മരുഭൂമിയാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന കാര്യമായിട്ടൊന്നും തന്നെ ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അതായത് ചൈനയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രദേശങ്ങളൊക്കെ ജപ്പാൻ്റെ വരുതിയിലായി. ജപ്പാൻ കുറേ കൂടെ വലിയ ഒരു ശക്തിയായിട്ട് ഈ ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. ജാപ്പനീസുകാർ ആ കാലഘട്ടത്തിൽ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള വ്യക്തികളായിരുന്നു. നമ്മൾ പലപ്പോഴും ഏറ്റവും ക്രൂരനായിട്ട് വിശേഷിപ്പിക്കുന്നത് ഹിറ്റ്ലറിനെയാണ്. പക്ഷേ ഹിറ്റ്ലറിനേക്കാൾ വലിയ ക്രൂരന്മാരുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഏറ്റവും കൂടുതൽ ഇൻഫേമസ് ആയ അല്ലെങ്കിൽ കുപ്രശസ്തനായി മാറിയത് ഹിറ്റ്ലറാണെന്ന് മാത്രം. ജാപ്പനീസുകാർ ക്രൂരതയിൽ ഒട്ടും പിന്നിലായിരുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും ക്രൂരത ചെയ്തിരുന്ന അല്ലെങ്കിൽ ക്രൂരത കൊണ്ട് സ്വയം ആനന്ദിച്ചിരുന്ന വ്യക്തികൾ ആ കാലഘട്ടത്തിലെ ജാപ്പനീസുകാർ ആയിരുന്നു എന്ന് പറയാം. അവർ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുന്ന പ്രദേശത്തുള്ള ആളുകളെ അതിക്രൂരമായിട്ടാണ് അവർ നശിപ്പിച്ചിരുന്നത്. അവിടെയുള്ള സ്ത്രീകളെ അവർ പ്രായഭേദമന്യേ നശിപ്പിക്കുമായിരുന്നു, പീഡിപ്പിക്കുമായിരുന്നു. മറ്റുള്ള പുരുഷന്മാരെയൊക്കെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലുമായിരുന്നു. ജപ്പാൻ്റെ ഈ പ്രവൃത്തികൾ, പ്രത്യേകിച്ചും ചൈനയെ വലിയ പ്രകോപനമൊന്നും ഇല്ലാതെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അമേരിക്ക ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാനുമായിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാൻ നടപ്പിലാക്കാൻ അമേരിക്ക മുൻപോട്ട് വന്നു. ജപ്പാൻ അതിവേഗതയിൽ തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തിയായിരുന്നു. അവരുടെ അതിവേഗതയിലുള്ള ഈ കുതിപ്പിനെ തടയിടാൻ അമേരിക്കയുടെ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് സാധ്യമായി. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. തൊട്ടു മുൻപുണ്ടായിരുന്ന ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ കൂടെ ആയിരുന്നു ജപ്പാനെങ്കിൽ ഈ ഘട്ടത്തിൽ അവർ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും കൂടെയാണ് നിൽക്കുന്നത്. കാരണം ബ്രിട്ടനേക്കാൾ കൂടുതൽ അവരുടെ ചിന്താഗതി ഇപ്പോഴുള്ളത് ഹിറ്റ്ലറിനും മുസോളിനിക്കുമാണ്. അവരെ പോലെ തന്നെ ലോകം മുഴുവനും ഭരിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ജപ്പാന് ഉള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പീഡിപ്പിച്ച് സ്വയം ആനന്ദിക്കാനുള്ള ഒരു വികൃതമായിട്ടുള്ള സ്വഭാവം ആ ഘട്ടത്തിൽ ജപ്പാൻ്റെ ഭരണ തലപ്പത്തിലുള്ള പ്രത്യേകിച്ചും അവരുടെ മിലിറ്ററി ഹെഡുകൾക്ക് ഉണ്ടായിരുന്നു. ജപ്പാൻ്റെ ഈ കൂറുമാറ്റത്തോട് അമേരിക്കയ്ക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ അമേരിക്ക ഈ ഘട്ടത്തിലൊന്നും ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നില്ല. എന്നാലും അവർ മിലിറ്ററിപരമായിട്ട് കൂടുതൽ ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ജപ്പാൻ്റെ അരികിലുള്ള പല ദ്വീപുകളിലും അവരുടെ മിലിറ്ററി ബേസുകൾ
അവർ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മിലിറ്ററി ബേസാണ് പേൾ ഹാർബർ. ഇത്തരത്തിൽ മിലിറ്ററി സന്നാഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയെ എത്രയും പെട്ടെന്ന് തന്നെ തകർക്കേണ്ടത് ജപ്പാൻ്റെ ഒരു ആവശ്യമായിരുന്നു. അങ്ങനെയാണ് 1941 ഡിസംബർ മാസം 7-ാം തീയതി ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുകയും നിരവധി പട്ടാളക്കാരെ കൊല്ലുകയും ചെയ്തത്. അമേരിക്ക ശരിക്കും ക്ഷോഭിതരായി. ഇതിൻ്റെ പ്രതികാരം എത്രയും പെട്ടെന്ന് തന്നെ വീട്ടണം. ഈ ഒരു ഘട്ടത്തോടു കൂടി അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി മാറി. ജപ്പാനെ എങ്ങനെയാണ് കീഴ്പ്പെടുത്താൻ സാധിക്കുക? അതൊരു ദ്വീപരാഷ്ട്രമല്ലേ? അവരുടെ അരികിലുള്ള മറ്റ് ദ്വീപുകൾ കീഴ്പ്പെടുത്തണം. പക്ഷേ ഈ ഘട്ടങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. കാരണം നാവിക സേനയിൽ ജപ്പാൻ കുറേ കൂടെ ശക്തമാണ്. അവർ വിചാരിച്ചതുപോലെ പല ദ്വീപുകളും കീഴ്പ്പെടുത്താൻ അവർക്ക് സാധ്യമായില്ല. ജപ്പാൻ കൂടുതൽ ശക്തമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവരെ വകവരുത്തേണ്ടത് അമേരിക്കയുടെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പക്കലുണ്ടായിരുന്ന മൻഹാറ്റൻ പ്രോജക്റ്റിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആറ്റം ബോംബ് പ്രയോഗിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും 9-ാം തീയതിയും ഹിരോഷിമ, നാഗസാക്കി ജാപ്പനീസ് നഗരങ്ങളെ ആറ്റം ബോംബ് ഉപയോഗിച്ച് അവർ ചുട്ട് ചാമ്പലാക്കി. ഏകദേശം 1,00,000-ഓളം വരുന്ന ആളുകളാണ് നേരിട്ട് മരണമടഞ്ഞത്. ഇൻഡയറക്റ്റായിട്ട് മരണമടഞ്ഞവരും പിന്നീട് നരകിച്ച് ഇല്ലാതെ ആയവരും അതിലും ഏറെയാണ്. ഒരിക്കലും നമുക്ക് ഈ ഒരു ആക്രമണത്തെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. പട്ടാളക്കാരെ നേരിട്ട് ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പ്രയോഗം നടത്തുകയാണെങ്കിൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ അവിടെ മരിക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണെന്ന് വ്യക്തമായിട്ട് തന്നെ അമേരിക്കയ്ക്ക് ധാരണയുണ്ടായിരുന്നു. എന്ത് ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിൽ പോലും, എന്ത് പ്രതികാര നടപടിയുടെ പേരിലാണെങ്കിൽ പോലും ഇതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം ആ യുദ്ധം ശരിക്കും നടന്നത് പട്ടാളക്കാർക്കെതിരെ ആയിരുന്നില്ല, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കെതിരെ ആയിരുന്നു. അതിൽ കുട്ടികൾ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ആ ആക്രമണത്തോടു കൂടി ജപ്പാൻ നാമാവശേഷമായി. പൂർണ്ണമായിട്ടും അവർ തകർന്നടിഞ്ഞിരിക്കുന്നു. പരാജയം സമ്മതിക്കാതെ അവരുടെ മുൻപിൽ മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1945 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അവരുടെ അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഹിരോഹിതോ നാഷണൽ റേഡിയോയിലൂടെ അവരുടെ പരാജയം സമ്മതിച്ചു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. അതോടുകൂടി അലൈഡ് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ സഖ്യശക്തിയുടെ അണ്ടറിലായി ജപ്പാൻ. ജപ്പാന് ലഭ്യമാകുന്നത് അമേരിക്കയ്ക്കാണ്. അമേരിക്കയുടെ അന്നത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മിലിറ്ററി ലീഡറായിരുന്ന ജനറൽ ഡഗ്ലസ് മക്കാർത്തിനാണ് ജപ്പാൻ്റെ കൺട്രോൾ. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അവിടുത്തെ സൈനികരെ ഡിസാം ചെയ്യുകയാണ്, അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തു. കൂടാതെ ഭരണതലപ്പത്തിലുണ്ടായിരുന്ന അവിടുത്തെ സകല മിലിറ്ററി നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് വിധേയരാക്കി. അവരെ എല്ലാവരെയും യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി കൊല്ലുകയായിരുന്നു മക്കാർത്തിൻ്റെ അമേരിക്ക. ജപ്പാനിലെ മിലിറ്ററി രാജ്യഭരണങ്ങൾ പൂർണ്ണമായിട്ടും റദ്ദു ചെയ്തു. ഹിരോഹിതോ ആയിരുന്നു ചക്രവർത്തി. പക്ഷേ അദ്ദേഹത്തിന് ചക്രവർത്തിയായിട്ട് തന്നെ തുടരാം, അധികാരമൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് മാത്രം. നമ്മുടെ പ്രസിഡൻറ്റിനെ പോലെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ രാജ്ഞിയെ പോലെ അല്ലെങ്കിൽ രാജാവിനെ പോലെ അദ്ദേഹത്തിനും ചക്രവർത്തിയായിട്ട് പേരിന് തുടർന്നു പോകാം. അവിടെ ജനാധിപത്യം അമേരിക്ക സ്ഥാപിച്ചു. ജപ്പാനിലെ ഷിൻഡോ മതവിശ്വാസമനുസരിച്ച് ചക്രവർത്തി ദൈവമാണ് അല്ലെങ്കിൽ ദൈവ തുല്യനാണ്. പൊതു സമക്ഷത്തിൽ അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഹിരോഹിതോയെ കൊണ്ട് അത് മാറ്റി പറയിക്കാനും അമേരിക്കയ്ക്ക് സാധ്യമായി. ഇനി മേലിൽ ചക്രവർത്തിയെ അത്തരത്തിൽ കാണേണ്ടതില്ല, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ കാര്യങ്ങൾ അന്ധമായ വിശ്വാസമാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ജപ്പാനിൽ ക്യാപിറ്റലിസം നടപ്പിലാക്കി. അവിടെ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പിലൂടെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പ്രധാനമന്ത്രിമാരും മറ്റ് മിനിസ്റ്റേഴ്സുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവർക്ക് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. കൃത്യമായിട്ട് ഭരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അമേരിക്കയുടെ പ്രഷർ കാരണം അവർക്ക് പലപ്പോഴായിട്ട് അവരുടെ സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനു പുറമെ പ്രധാനപ്പെട്ട ജപ്പാൻ്റെ ലീഡേഴ്സൊക്കെ തന്നെയും കൊല്ലപ്പെട്ടിരിക്കുന്നു. യുദ്ധ തടവുകാരായിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊന്നിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ലീഡേഴ്സിൻ്റെ വലിയ ക്ഷാമമുണ്ടായിരുന്നു. ആദ്യ ഘട്ടങ്ങളിലെ പ്രധാനമന്ത്രിമാർ കുറച്ച് ദിവസത്തെ ഭരണത്തിന് ശേഷം ഇറങ്ങിപ്പോയി ഒടുവിൽ 1950കളുടെ തുടക്കത്തിൽ അവിടെ സ്റ്റഡിയായിട്ടുള്ള ഒരു ഭരണമുണ്ടായി. 1950 ആരംഭിച്ച ആ ഭരണത്തെ തുടർന്ന് 1955 തന്നെ അവർ ഒരു സെൽഫ് സസ്റ്റൈനബിളായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി. പൂർണ്ണമായിട്ടും നശിച്ച് ഇല്ലാതെയായി മാറിയിട്ടുള്ള ആ രാജ്യം വെറും 5 വർഷം കൊണ്ടാണ് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേർന്നത്. നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യക്ക് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു ആ ഘട്ടത്തിലേക്ക് എത്തപ്പെടാൻ. പക്ഷേ യഥാർത്ഥ അത്ഭുതം ഇതൊന്നുമല്ല. 1968 അതായത് വെറും 13 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ട് അവർ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്യാപിറ്റലിസ്റ്റ് ശക്തിയായിട്ട് മാറി. യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ബ്രിട്ടൻ അതിനു മുൻപ് തന്നെ വലിയ ശക്തിയായിരുന്നു. ജർമ്മനി പിന്നീട് വളർന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്വിറ്റ്സർലൻഡ് ശക്തമായിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് ഉണ്ടായിരുന്നു. ആ രാജ്യങ്ങളെയൊക്കെ പിന്തള്ളി ജപ്പാൻ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറി. ഇന്ന് നമ്മൾ ജപ്പാനെ കാണുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഓട്ടോമൊബൈലുകളും ടെലിവിഷനും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ടാണ്. എങ്ങനെയാണ് ജപ്പാൻ പെട്ടെന്ന് ഇത്രയധികം വലിയ ഒരു ശക്തിയായിട്ട് മാറിയത്? അതിൻ്റെ പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. നമുക്ക് ആ കാരണങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അമേരിക്ക നടപ്പിലാക്കിയ മാർഷൽ പ്ലാൻ ഇക്വലൻ്റ് ആണ്. അമേരിക്ക ജപ്പാനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ തുടങ്ങി. വലിയ രീതിയിൽ ഫണ്ട് അവർക്ക് ലഭ്യമാക്കി. ആ ഫണ്ട് ജപ്പാൻ വളരെ മികച്ച രീതിയിലാണ് വിനിയോഗിച്ചത്. അവർ കൂടുതലും സ്റ്റീൽ വ്യവസായ മേഖലയിലേക്ക് അത് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഷിപ്പുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയും അത് കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അവർ ഉപയോഗിച്ച ഫണ്ടൊക്കെ തന്നെയും അവർക്ക് 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആക്കി മാറ്റാനായിട്ട് അധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ഏറ്റവും മികച്ച രീതിയിലുള്ള സ്റ്റീലുകളും കപ്പലുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് മെയിൻ്റനൻസ് എക്യുപ്മെൻറ്റുകളും ടൂളുകളും ഒക്കെ അവർ ഉൽപ്പാദിപ്പിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്തു. ടെക്സ്റ്റൈൽ മേഖലയും ആ ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ വികസിച്ചു വന്നു. അമേരിക്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം ഞൊടിയിട കൊണ്ട് അവർ 10 ഇരട്ടിയോ അതിന് മുകളിലോ ആക്കി മാറ്റി. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി. നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളതുപോലെ തന്നെയുള്ള ഒരു നിയമമാണ്. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ ജപ്പാൻ നടപ്പിലാക്കി എന്നതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വലിയ ഭൂ ഉടമകളുടെ കയ്യിൽ നിന്നും ഭൂമി വീണ്ടെടുത്ത് അത് പല ചെറു കഷ്ണങ്ങളാക്കി കർഷകർക്ക് വേണ്ടി വിട്ടുകൊടുത്ത വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു. നമ്മൾ പലപ്പോഴും അതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയായിട്ടൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ജപ്പാൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നില്ല, അതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിരുന്നു. ക്യാപിറ്റലിസ്റ്റ് രാജ്യം അത് ഭംഗിയായിട്ട് നടപ്പിലാക്കുകയും അതിലൂടെ വലിയ രീതിയിൽ തന്നെ അവർക്ക് കൃഷി ചെയ്യാനും സാധ്യമായി. നമ്മുടെ രാജ്യത്ത് ഒരു ഗ്രീൻ റവല്യൂഷൻ ഉണ്ടാകുന്നത് കുറേയധികം വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞിട്ടാണ്. പക്ഷേ ജപ്പാനിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള കൃഷി രീതി അവർ ഉപയോഗിച്ചു. അതിലൂടെ വലിയ വിളവെടുപ്പ് എടുക്കാനും അവർക്ക് സ്വന്തമായിട്ട് കഴിയാൻ സാധിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനും സാധിച്ചു. ആ ഘട്ടത്തിൽ തന്നെ അവർ വലിയ രീതിയിൽ വിദ്യാഭ്യാസത്തിന് പണം ചെലവഴിക്കുന്നുണ്ടായിരുന്നു. ജപ്പാൻ ആ കാലഘട്ടത്തിൽ മാത്രമല്ല അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു രാജ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ വിദ്യാഭ്യാസം എല്ലാവരിലും എത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അക്ഷരാഭ്യാസമുള്ള ആളുകളെങ്കിലും ആ കാലഘട്ടത്തിൽ ഇന്ത്യക്കാരായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ മറ്റൊരു ജപ്പാനായിട്ട് മാറിയേനെ. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. ജപ്പാൻ മതിയായ വിദ്യാഭ്യാസം ആ ഘട്ടത്തിൽ കൊടുത്തു. ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ അവിടുത്തെ വിദ്യാലയങ്ങൾ പഠിപ്പിക്കുകയും അവിടുന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് വ്യാവസായിക മേഖലയിൽ ആ രാജ്യത്ത് തന്നെ തൊഴിൽ ഉറപ്പുവരുത്തുകയും ചെയ്തു. ജപ്പാൻ ഉണ്ടാക്കിയിരുന്നതൊക്കെ ഏറ്റവും മികച്ച പ്രോഡക്റ്റുകളായിരുന്നു. ഏറ്റവും മികച്ച പ്രോഡക്റ്റുകളായതുകൊണ്ട് തന്നെ അമേരിക്ക ആ ഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് ആ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ജപ്പാനെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ കൾച്ചറാണ്. അവരുടെ കൾച്ചർ ടീം വർക്കിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഹാർഡ് വർക്കിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതാണ്. സത്യസന്ധതയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതാണ്. മുമ്പെപ്പോഴോ എവിടെ നിന്നോ വായിച്ച ഒരു സംഭവമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ജപ്പാനിൽ നമ്മുടെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പേഴ്സ് അന്വേഷിച്ച് നമ്മൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല.
ആ പേഴ്സ് നമ്മളെ തേടി നമ്മുടെ വീടിൻ്റെ മുൻപിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ആ പേഴ്സ് ആരാണോ കാണുന്നത്, ആ കാണുന്ന വ്യക്തി ആ പേഴ്സ് നമ്മുടെ അഡ്രസ്സ് അനുസരിച്ച്, അതിലെ ID പ്രൂഫിൻ്റെ അഡ്രസ്സ് അനുസരിച്ച് നമ്മുടെ വീടിൻ്റെ വാതിക്കൽ കൊണ്ടുപോയി വെക്കും. അയാൾ നമ്മളെ കാണാൻ പോലും കൂട്ടാക്കുകയില്ല. വാതിക്കൽ ഒരു ഭയവും കൂടാതെ വെച്ചിട്ട് പോകാം. കാരണം അതുവഴി പോകുന്ന ഒരു വ്യക്തിയും ആ പേഴ്സ് എടുക്കാൻ മുതിരുന്നതല്ല. ജപ്പാൻ്റെ തെരുവോരങ്ങളിൽ അലസമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ഒന്നും തന്നെ ചെയ്യാനില്ലാതെ വിരസമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളെ കാണാൻ സാധിച്ചു എന്ന് വരികയില്ല. അവർ കഠിനമായി അധ്വാനിക്കുന്ന ആളുകളാണ്. അവർ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിൽ 100% ആത്മാർത്ഥത പുലർത്തുന്നതാണ്. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ഹാർഡ് വർക്കാണ് അവരെ ഇത്രയും വലിയ ഒരു സാമ്പത്തിക സാമൂഹിക ശക്തിയാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ നടന്നിരുന്ന വിദ്യാഭ്യാസ റവല്യൂഷനാണ്. അത് അവരുടെ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, അത് അവർ ഉറപ്പുവരുത്തിയിരുന്നു. ഇപ്പോൾ അവർ അതിൻ്റെ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക.